ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു റെഡി ആയി നിൽക്കുകയാണ്. അമ്മേനെ കൊണ്ട് നമ്മൾ കോഴിക്കോട് പോകണം ഗൈസ്. കുറേ നാളായി നമുക്ക് ആഗ്രഹം കോഴിക്കോട് പോകണമെന്ന്. അപ്പോൾ മക്കളായിരുന്നിട്ട് എന്താ കാര്യം, ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ. ചെറുപ്പത്തിൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നിട്ടില്ല അമ്മ. അപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നമ്മൾ കോഴിക്കോട് കൊണ്ടുപോവാണ്. കോഴിക്കോട് കൊണ്ടുപോയിട്ട് കുറേ ഉപ്പിലിട്ടതൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് പിന്നെ അമ്മ വന്നിട്ടില്ല. അമ്മ പുറത്തേക്ക് പോയിട്ട് വേണമെന്നാണെങ്കിൽ ഇപ്പോഴത്തെ സമയം തന്നെ അത്യാവശ്യം ആയതിൻ്റെ സമയം. ഞാൻ അവിടെ എത്തുമ്പോൾ എത്ര മണിയാവുമെന്നും അറിയില്ല, ലേറ്റ് ആവും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോട്ടെ, അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം, അമ്മ വരേണ്ടത് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ കോഴിക്കോട് പോകണം അല്ലേ അമ്മേ? എന്തെങ്കിലും ഉപ്പിലിട്ടതൊക്കെ വേണം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യത്തിൽ പറഞ്ഞാൽ ഉപ്പിലിട്ട് വേണം. പിന്നെ ആ കരിക്കിൻ്റെ വെള്ളം ഞാനൊന്ന് കുടിച്ച വീട് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി വർത്തമാനം പറഞ്ഞ നേരം വൈകും, ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ അവിടെ എത്തിയിട്ട് ഹലോ നിങ്ങൾ കലിപ്പിലാന്ന്, അമ്മ ഫുള്ള് കലിപ്പാണല്ലോ വീഡിയോ ഓണാക്കുമ്പോൾ. ആൾക്കാരെന്ത് പണി പറഞ്ഞു കലിപ്പത്തിയാണ് ഗൈസ്. കലിപ്പത്തി കണ്ട ആൾക്കാരൊന്നും പറഞ്ഞാ ഒന്നുമില്ല. ഹൈവേ വന്നിട്ട് കാണാൻ ബാംഗ്ലൂർ പോലെയുണ്ടാ? ഭംഗിണ്ടാ? കോഴിക്കോട് അമ്മ കോഴിക്കോട് വന്നിട്ടാ മുമ്പ്? വന്നിട്ടേ ഇല്ലേ? എന്തൊരു പുണ്യം. വന്നിട്ടില്ല ആദ്യമായിട്ടല്ലേ പോണേ? അല്ല മുമ്പ് പണ്ടെന്ന് അച്ഛന്റെ കൂടെ ഒന്നും വന്നിട്ടില്ല. അച്ഛൻ കൊണ്ട് കോഴിക്കോട് പോയിട്ട പാടത്തേക്ക് വരില്ല അച്ഛൻ. അച്ഛൻ നല്ല ആള് സൈക്കിൾ വെച്ച് കൊണ്ടു തിരുനാവായക്ക് പോകുമ്പോ പാവം 4 കൂടി സൈക്കിൾ പോലെ പോവാ. അച്ഛൻ അന്ന് വണ്ടിയൊന്നും മേടിച്ചിട്ടില്ല എഴുത്തിനിരുത്താൻ. ഫസ്റ്റ് അഞ്ജുവിന് ഇരുത്തും. അഞ്ജു കയറിങ്ങനെ അള്ളി പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് അവൾക്ക് ബുദ്ധിയായി. ഞാൻ പാവം എനിക്ക് ബുദ്ധിയുണ്ട്. എന്നിട്ട് അവള് പിടിച്ചിരിക്കും. അത് കഴിഞ്ഞ അച്ഛനിരുന്ന് ഞാൻ നിന്നെ മടിയിലിരുത്തും. അപ്പൊ നീ പറയും ഈ ചീച്ചിന്റെ മുന്നില് അപ്പൊ അവള് പറയും ഞാൻ ഇച്ചട്ടെ. അവൾക്ക് അപ്പളും സാമർത്ഥ്യം വേണം, ഞാൻ ഇച്ചട്ടെ എന്നറിയും. എഴുത്തിനിരുത്താൻ കൊണ്ടുപോയി അവളാ മുടിയൊക്കെ ഞാനാ പണ്ട് കോഴിക്കോട് കൊണ്ടുപോയിട്ടില്ലല്ലേ? പാവത്തിനെ എവിടെയും കൊണ്ടുപോയിട്ടില്ല. അതവിടെ ഇരുന്നോട്ടെ, ആ ഭർത്താവിന്റെ വീട്ടിൽ സുഖമായി. അമ്മേനെ അച്ഛൻ കൊണ്ടുപോയിട്ടില്ലല്ലേ? ഞങ്ങള് എഴുത്തിനിരുത്താനൊക്കെ പോകും, ചായക്കടയിൽ പോയി ചായ കുടിക്കും. പോവാം. നമ്മള് ഹൈവേ വന്നേക്കാണ് ഗൈസ്. എന്തായാലും അടിപൊളി ഹൈവേ അമ്മയ്ക്ക് കാണാൻ പറ്റില്ലേ? അപ്പൊ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. അതിന് യോഗല്ലേ മക്കളെ നിന്നിട്ടല്ല അവിടത്തേക്ക് പോവാൻ. ചിലപ്പോ എനിക്ക് ഇന്നത്തോടുകൂടി പോയി വന്നിട്ട് യോഗം പോവും. അതെ എനിക്കുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ എത്തിയിട്ട് പാക്കലാം. എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ടോള് വന്നിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് ഹൈവേ പോണ റൂട്ടില് കുറെ പേർക്ക് അറിയാണ്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ക്യൂ നിൽക്കുക, എത്ര വണ്ടികളാ നിക്കണേ നോക്ക്. ഇനി വ്ളോഗ് കാണാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഹൈവേ വന്നിട്ടുണ്ട്. ടോള് വന്നിട്ടുണ്ട്, ഹൈവേ അല്ല ടോള്. ഗൈസ് അമ്മ നമ്മളെവിടേക്ക് പോണ? അമ്മയ്ക്ക് വയ്യണ്ടായി, അമ്മ അപ്പൊ തളരും. മുഖത്തൊക്കെ നീരുണ്ട്. അതെ, നമ്മളെ ബീച്ചിലേക്ക് പോവാണ് അമ്മി ഞാനും കൂടിയിട്ട്. അല്ലമ്മേ തളർന്നു അമ്മ ബീച്ചിലേക്ക്. എന്തമ്മേ കിളി പോയാണം വണ്ടിയിലുള്ള വെച്ചു. ആരെ അതാണോ പോയത്? അയ്യോ അങ്ങോട്ട് നോക്ക്, ചിരിച്ചോ. കോഴിക്കോട് കാണാമല്ലോ, അമ്മേനെ മാത്രം കാണാമോ? അതാണ് ബീച്ച്. അങ്ങനെ പൈനാപ്പിൾ എങ്ങനെയുണ്ട്? കുടിച്ചില്ല? അമ്മ തളർന്നു ഗൈസ്. പറ എന്താ അമ്മയ്ക്കൊരു ക്ഷീണം? എങ്ങനെയുണ്ട് മാങ്ങ? കഴിക്ക് സൗദാ. ടേസ്റ്റിണ്ടാ? കുടിച്ചിട്ടാ ഈ അച്ചാർ കൂട്ടിക്ക്. ഞങ്ങൾ ഉപ്പിലിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ കൂന്തളം നിറച്ച് കഴിക്കാനായിട്ടാണ് പോയത്. കൂന്തളം നിറച്ചിട്ട് കഴിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കഴിക്കാൻ. ഞാൻ കഴിച്ചിട്ട് ഒരു പാറ്റി ഉണ്ടായിരുന്നു, കഴിച്ച് ഞാനിങ്ങനെ തുറന്നു നോക്കിയ കാരണം കണ്ടു ഭാഗ്യത്തിന്. ഒന്നും എൻ്റെ അമ്മയ്ക്ക് പിടിക്കുന്നില്ല. ഇങ്ങനെ ഒരു അമ്മ ഞങ്ങൾ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഓട്ടോയിലാണ് പോകുന്നത്. അമ്മ കോഴിക്കോട് ജസ്റ്റ് അത്രയും ബ്ലോക്കും കാര്യങ്ങളാണ്.
പരിപാടി കഴിഞ്ഞു, വേടന്റെ പരിപാടി ഉണ്ട്, അതിന്റെ ബ്ലോക്കിലാണ് മൊത്തം. ഇവിടെ റോഡ് മൊത്തം ബ്ലോക്കാണ്. നല്ല ദിവസമാണ് അമ്മേനെ കൊണ്ട് വന്നല്ലേ അമ്മ? നമ്മളിനി മിഠായി തെരുവിൽ പോവാം. മിഠായി തെരുവിൽ ചിലപ്പോൾ ഇനി അമ്മ പറയും ചിലപ്പോൾ ഈ കോഴിക്കോട് വരണ്ടെന്ന്. അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് കോഴിക്കോട്. അല്ലേ അമ്മ? കേട്ടാ വേണ്ടാന്ന് കാണിക്കുന്നത്. ഞാനും അമ്മയും കൂടി അങ്ങനെ മിഠായി തെരുവിലെത്തി. അമ്മ വിചാരിച്ച കുറെ മിഠായി ഉണ്ടാകണ തെരുവന്ന്. വയ്യാത്തോണ്ട് പറയാൻ വയ്യ. ഷോ എൻ്റെ അമ്മ പാവം. എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് പറയാൻ വയ്യ. അമ്മയ്ക്ക് നീ കുറെ സാരി നൈറ്റൊക്കെ ഉണ്ട് ഇവിടെ. സാരി 100 രൂപയ്ക്ക് കണ്ട കണ്ട. സാരി എന്ന് പറഞ്ഞപ്പോ ഉണർന്നു അങ്ങോട്ട് അത് പറയാനാവുന്നുണ്ട്. 100 സാരി ഒന്നും ഉണ്ടാവില്ല. 100 രൂപയ്ക്കൊക്കെ ഉണ്ട്. കൊട്ടയം നൈറ്റ് അന്ന് എടുത്ത് തുടർന്നില്ലേ? ഞാൻ ഇവിടെ നടത്ത് തുറന്ന അന്ന് നൈറ്റ് എടുത്തുണ്ടായിരുന്നില്ലേ? ദൈവമേ കള്ളത്തരം പറഞ്ഞോക്കിയേ. ഏതാണോ ഒരു നൈറ്റ് എടുത്തോണ്ടായിരുന്നു ഞാൻ. അത് ഇവിടെന്നാ. ഇപ്പൊ സാരി നൈറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഉഷാറായി. വയ്യേ പറയാ. ഇന്ന് അധികം തിരക്കില്ല കേട്ടോ ഇവിടെ. കണ്ടോ ഗൈസ്? അങ്ങനെ ഞാൻ അമ്മയ്ക്ക് നൈറ്റ് വാങ്ങി. ഇഷ്ടപ്പെട്ട നൈറ്റി? അയ്യോ നൈറ്റ് കണ്ടിട്ട് ആഹ്ലാദ പൂഹളതയായല്ലോ. ഷേപ്പാക്കണേ നല്ല പൈസ അല്ലേ? എല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്തു ഇവരോട് ഷേപ്പാക്കാൻ പറ്റും കേട്ടാ. അമ്മയ്ക്ക് ഭ്രാന്താണ് ഗൈസ്, ഭ്രാന്ത്. പിന്നെ നമ്മൾ മിഠായി തെരുവിൻ്റെ അടുത്ത് ഫേമസ് ആയിട്ടുള്ള അലുവ കടയിൽ പോയിട്ടാണ്. പിന്നെ അവർ കുറേ ടെസ്റ്റ് ചെയ്യാൻ തരുന്നതായിരുന്നു. ഷുഗർ കട്ടായാലും അവർ തരുമ്പോൾ സ്നേഹത്തോട് തരുമ്പോൾ ഞാൻ അതിനെ കഴിക്കാണ്ടിരിക്കാല്ലേ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ വന്നാൽ പിന്നെ ചെരുപ്പ് വാങ്ങണമല്ലോ. അമ്മ ഞാൻ തളർന്നിട്ടോ. തളർന്നു ഗൈസ്, തളർന്നു ഗൈസ്. ഞങ്ങൾ അങ്ങനെ തെരഞ്ഞ് ചെരുപ്പ് കടയിലെത്തി. ഏതെടുത്താലും 150 എന്ന് പറഞ്ഞിട്ട്. ബ്ലാക്കോ? ആ ബ്ലാക്കിന് എത്രയാ? ഇത് അമ്മയ്ക്ക് ഇതുപോലത്തെ. അമ്മ ഇരിപ്പായി ചെരുപ്പ് അന്വേഷിച്ചിട്ട്. ഓക്കെ എന്താ വലിപ്പുണ്ടോ? ഇല്ല എടുക്കില്ല. ഓ വീഡിയോ ഞാൻ മറ്റേ ഇതൊക്കെ നിങ്ങളെ കണ്ട് പഠിപ്പിക്കില്ലേ ഞാൻ. പേടിക്കണ്ട എടുത്തോ. ഇതിന്റെ 9 സൈസ് ഉണ്ടാവും ഇതിന്റെയൊക്കെ. കുട്ടിക്ക് പേടി, ഞാൻ വീഡിയോ കൊണ്ട്. ശരിയാണ്, ഇപ്പൊ എല്ലാവരും പേടിക്കേണ്ട കാലാണ്. വീഡിയോ എടുത്തിട്ട് ഇനി ദീപക് പോലെ ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടേ അത് വൈറലാക്കരുത്. അമ്മയ്ക്ക് ചെരുപ്പെടുത്തില്ല, എനിക്ക് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഇറങ്ങാണ്. പേടിക്കണ്ട, നടന്നോ. എനിക്ക് മാത്രം എടുത്തുള്ളൂ ഗൈസ്. ഞങ്ങൾ പോട്ടെ അടുത്ത കടയിലേക്ക്. എന്താടാ ഗൈസ്? അമ്മ പോതായി പടക്കം പോകയായി. അമ്മ വയ്യ. ഇനി കോഴിക്കോട് വരുമോ? നീ ജീവുണ്ടെങ്കിൽ എൻ്റെ അമ്മ കോഴിക്കോട് വരില്ല. ആശുപത്രി പോണോ? പോയി എൻ്റെ അമ്മയുടെ ബോധം പോയി ഗൈസ്. ഉപ്പ് സോഡ കുടിച്ചാൽ എല്ലാം ശരിയാവും. അതിനാണ് നമ്മൾ ഉപ്പ് സോഡ വാങ്ങാൻ വന്നാണ്. എൻ്റെ അമ്മേ നമ്മൾ നടന്ന് തളർന്നു കണ്ടോ. അല്ല അമ്മ കുറെ നൈറ്റ് എടുക്കാനുള്ള പ്ലാനായിരുന്നു. വയ്യാത്ത കാരണം 2 ഒതുക്കി അല്ലേ? അതെ, തന്നെ ഉപ്പ് സോഡ ഊതി കുടിക്കാനായിരുന്നു ഇഷ്ടം. തളർന്നു എൻ്റെ അമ്മ സോഡ ഉപ്പുണ്ടാ. അമ്മയുടെ സാരി കിട്ടി. അമ്മയ്ക്ക് അത് സന്തോഷമായി. സാരി ഇതുപോലത്തെ മോഡലുണ്ടോ? എത്രയൊക്കെയാ? സാരി കണ്ടപ്പോ അമ്മയുടെ പനിയൊക്കെ മാറിയില്ലേ? ഒന്നുകൂടായ്പ കാണിക്കരുതമ്മ. ഞങ്ങൾ നീ സാരി നോക്കട്ടെ കഴിച്ചത് കഴിഞ്ഞിട്ട് കാണാം. അമ്മയ്ക്ക് സാരി എടുക്കാൻ വന്നാ ഞാനാണെങ്കിൽ വേർത്ത് കുളിച്ച് ബനിയൻ മാറ്റേണ്ട അവസ്ഥ വന്നു. അമ്മ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? ഞാനിതെടുത്തു. ടോപ്പ് 250 ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടോപ്പാണ്. സാരി എടുക്കാൻ എൻ്റെ അമ്മയ്ക്ക് സാരി കിട്ടിയില്ല. എൻ്റെ പാവമ്മ നിരാശയായി. നമ്മൾ അടുത്ത കടയിൽ പോയി നോക്കും സാരി ഉണ്ടോ. നമ്മള് നാട് വിടുന്നു. ഈ സാരി ഭംഗിയുണ്ടല്ലോ അപ്പോ വിത്ത് ബ്ലൗസ്. അത് കലിപ്പ് ഗൈസ്, കലിപ്പ്. നമ്മളെന്തായാലും പോട്ടെ. എന്തായാലും എനിക്ക് കിട്ടി. വേറെ ടോപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ മിഠായി തെരുവിലത്തെ യാത്ര കഴിഞ്ഞ് ഇവിടെ ഒരാളിരിക്കണം. നോക്കിയേ, സ്വാമി ഗുരുസ്വാമി. എന്താണ് ഗുരുസ്വാമി? തളർന്നു, സത്യത്തിലേ തളർന്നു. അങ്ങനെ കുറ്റിച്ചിറയിൽ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിന് ബാക്കിൽ വെച്ചിട്ടുണ്ട് വണ്ടിയുടെ. ഫുഡ് കഴിക്കാൻ അമ്മ സമ്മതിക്കും തോന്നുന്നില്ല അമ്മയുടെ ഈ കിടപ്പ് കണ്ടിട്ട്. അമ്മ ഒരു ലാസ്റ്റ് ചോദ്യം അമ്മോട്. അമ്മ ഇനി കോഴിക്കോട് വരുമോ? ചെമ്മത്തില്ല, കോഴിക്കോട് അവിടെ കൊണ്ടുവച്ചോട്ടെ.
കോഴിക്കോട് ബീച്ച് ഇത്ര തിരക്കുണ്ടാവാറില്ല. ഇന്ന് വേടന്റെ അനാൻഷയുടെ ഒക്കെ പരിപാടികളുണ്ട്, നല്ല തിരക്കും. അതുപോലെ തന്നെ പ്രതീക്ഷ എന്താ ഞാനില്ലേ അഞ്ജുവിനോട് വരെ പറയണം പോവരുത് മോളേന്ന്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഫുഡ് കഴിക്കാൻ പറയാം, ഒന്നും കഴിക്കില്ല. വേണ്ട വേണ്ട, അത് കഷ്ട ഫുഡാണ് മെയിൻ കോഴിക്കോട്, അത് വേണ്ടെന്ന്. നല്ല വെള്ളപ്പൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ രഞ്ജിതേട്ടാ? അത് പറഞ്ഞാ കേക്കട്ടെ. അടിപൊളിയാ എന്റെ ചെമ്മേ. ഇവിടേക്ക് എത്തേണ്ട വരും. എന്നിട്ട് സ്ഥലത്തിന്റെ പേര് പറമേക്കാവാ ശാന്തിക്കെട്ടിലേക്ക്. ശാരദന്റെ എന്നെ മടിയിലിരുന്നോ? ഉറങ്ങ് നീ. തളർന്നു കൈ സമ തളർന്നു. കാറിന്റെ ഡോർ തുറക്കൂ? ഡോർ തുറക്കില്ല, ഡോർ ലോക്കാം. അപ്പോ നമ്മളിനി നീ വന്നുള്ള കാരണം ശരിക്കും ഇരിക്കാൻ പറ്റുന്നില്ല. ആര് വന്നുള്ളായിരുന്നു? ഇറങ്ങ വണ്ടിന്ന് പോ സത്താനെ പോ. അപ്പൊ അമ്മയുടെ കഥ മോക അമ്മ കഴിഞ്ഞു. നമ്മടെ ചാഞ്ചാരി നമ്മള് പോട്ടെ ഗൈസ്. ഇനി തൃശ്ശൂർ പോണം. ബാക്കിലേക്ക് AC ഇല്ലാന്ന് പറയാൻ പറഞ്ഞു. ഇല്ലട്ടാ എനിക്ക് തണവാ. എന്തൊക്കെയോ കുത്തി കളയണ്ട ദൈവമേ. അമ്മയുടെ മടിയിൽ കിടക്കാനല്ലേ പറഞ്ഞ? അമ്മ എവിടെ കിടക്കണേ? ഗൈസ് നമ്മള് കല്ലുമ്മക്കായ നിറച്ചത് ഞാനും അമ്മയും കൂടി കഴിക്കാൻ പോയിട്ട്. കല്ലുമ്മക്കായ അല്ല, കൂന്തൽ നിറച്ചത് ഞാനും അമ്മയും കൂടി കഴിക്കാൻ പോയിട്ടായിരുന്നു കേട്ടോ. അമ്മ ഞാനിങ്ങനെ പൊളിച്ചിട്ട് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ പൊളിച്ച് നോക്കിയിട്ടാണ് കഴിക്കുള്ളൂ. ഞാനൊരു വട്ടം എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് സംഭവം ഉണ്ടെങ്കിലും പൊളിച്ച് എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് കഴിക്കാറ്. പക്ഷെ ഇതും ഞാൻ അങ്ങനെ പൊളിച്ച് കഴിച്ച് നോക്കി ഗൈസ്. അതിൻ്റെ ഉള്ളിൽ പാറ്റ. അപ്പൊ അയാൾ എൻ്റെ കയ്യിലേക്ക് കല്ലുമ്മക്കായ വെച്ചെന്നിട്ട് പറയാം വിട്ടോന്ന്. അയാൾക്ക് തന്നെ തിരിച്ചു വെച്ച് കൊടുത്തു. ഞാൻ അയാൾക്ക് തന്നെ സ്വഭാവം അറിയാണ്ട് തനി സ്വഭാവം ബിഗ് ബോസ് ഞാൻ കാണിച്ചിട്ടായിരുന്നു. അയാൾക്ക് ബിഗ് ബോസ് കാണാൻ പറയാം അയാളോട്. ആ കരിക്കിന്റെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങളൊക്കെ നോക്കിയിട്ട് കഴിക്കണം കേട്ടോ. ഈ കല്ലുമ്മക്കായ ഈ സംഭവം ഈ കൂന്തലൊക്കെ നിറച്ചത് കോഴിക്കോട് ബീച്ചിന്റെ ഇടയ്ക്ക് പോവാണെങ്കിൽ ഓക്കെ. ഇവിടുത്തെ കരിക്കടയിലത്തെ വില്ലന്റെ കരിക്കടയാണിത്. സെയിം റേറ്റ് ആണോ? എന്തിട്ട് മോനെ ഇത് റേറ്റ് ഭയങ്കര ജാസ്തി റേറ്റ്. കള്ളൻ നോക്ക ഞാൻ ജാസ്തി റേറ്റ്. നീ ഞാൻ വരില്ല ഇങ്ങോട്ട് ബൈ. ഫേസ്ബുക്കിൽ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന്. അവൻ എന്റെ ഫാനാന്ന്. എന്താ ചെയ്യാ? പാവൻ ചെക്കനാട്ടോ. ഇതാ നിറക്കാണ്. എന്താ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിറക്കണേ. ഹായ് പോലോ ഹായ് നിറക്കണാണ്ടാ. എന്തിട്ടാ ഗൈസ് നമ്മൾ ആ ചെക്കൻ്റെ കരിക്ക് മേടിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഇവിടെ ചേട്ട ടെസ്റ്റ് ചെയ്യാൻ നിൽക്കാം. നമ്മളങ്ങനെ കരിക്ക് വെള്ളം 2 കുപ്പി വാങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് തട്ടുകടയിലേക്ക്. അമ്മ നല്ല ഉറക്കാം. അമ്മയ്ക്കൊന്നും വേണ്ടാന്ന് വയ്യാണ്ടായി. ദോശ ഗ്രേവി പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ ചിക്കൻ നമ്മൾ കഴിക്കട്ടോ. മക്കളൊരു രക്ഷയില്ലാത്ത ചില്ലി ചിക്കൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡ്. ഞാൻ വിചാരിച്ചില്ല ഇത്ര നല്ല ഫുഡാവും. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു. അത് നമ്മൾ ഒരു കരിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. പാഴ്സൽ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും മേടിച്ച് പോണം. പോട്ടെ കേട്ടോ ഗൈസ്. അമ്മയുടെ ബോധം പോയി മക്കളെ, ബോധം പോയി. അതെ അമ്മ ഫുഡ് കഴിക്കാൻ വരാത്തോണ്ടാണ്. എത്ര വട്ടം വിളിച്ചു ദോശ കഴിക്കാനൊക്കെ. തുറന്നിടുന്നാ കാറ്റിന്ന് അടച്ചിട്ടോളാൻ. ഭയങ്കര സുഖണ്ടമ്മേ. ഇല്ലാന്ന് പൂട്ടിക്കോ മോനെ. അപ്പൊ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇത്രേ ഉള്ളൂ. അമ്മയുടെ ഈ ഛർദി കാരണം എന്റെ മൂടൊക്കെ പോണു. ഇപ്പൊ ഛർദിക്കുന്നു പറഞ്ഞിട്ട് നിക്കുക. ഫുഡൊക്കെ കഴിച്ചത് ഞാൻ ഇപ്പൊ കൂടെ ഛർദിക്കുന്നു തോന്നുന്നുണ്ട് അമ്മയുടെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പറയാ ബൈ പറയാ. ബൈ പറ അമ്മ. ഓക്കെ ഗുഡ് ഗേൾ ബൈ.